മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ്. സർക്കാരിന്റെ മെല്ലപ്പോക്ക് നയം സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. 5 അംഗ വിദഗ്ധ സമിതിയെ കൊണ്ട് അണക്കെട്ട് അടിയന്തരമായി പരിശോധിപ്പിക്കാൻ കേരള സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു. തടകൂടഞ്ഞ് തമിഴ്നാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീരത്തുള്ള ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു മെല്ലപ്പോക്കാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല. അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് തീരുമാനമുണ്ടാകുവാൻ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് വേണ്ടുന്ന നിയമ നടപടിയിലേക്ക് കേരളം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിസഭയുടെ മധ്യസ്ഥതയിൽ വേണമെങ്കിൽ അങ്ങനെ ആകണമെന്നുള്ളൊരു അഭിപ്രായമാണ് മുല്ലപ്പെരിയാർ സമരസമിതി കാലങ്ങളായി പറയുന്നത്. എന്തായാലും വകുപ്പ് മന്ത്രി പറഞ്ഞ ഉറപ്പിന്മേൽ മുല്ലപ്പെരിയാർ സമരസമിതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. കേരള സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിലും അത് വ്യക്തതയോടുകൂടി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് 142 നിന്ന് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല, കേരളം അതിനോട് യോജിക്കുന്നില്ല എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലപാട്. മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടും ആ കാര്യങ്ങളൊന്നും ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്, ഡാം സേഫ്റ്റി അതോറിറ്റി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഡാമുകളുടെ സുരക്ഷ പരിശോധിക്കണം എന്ന ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഡിസംബർ 31 മുമ്പ് നടക്കേണ്ട കാര്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ ഇതുവരെ ആ സുരക്ഷാ പരിശോധന പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബേബി ഡാമിൻ്റെ ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും സുപ്രീം കോടതി പറഞ്ഞതുപോലും നടക്കാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു ആവശ്യം തമിഴ്നാട് ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രഖ്യാപനം തമിഴ്നാട് നടത്തിയത്. മോൻസ് ജോസഫിന്റെ പ്രതികരണമാണ് കണ്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. രാഹുൽ, 142 അടിക്ക് മുകളിലേക്ക് ജലം ഉയർത്തുക എന്ന് പറയുന്നത് നിലവിൽ കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. അതിനെ കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് എന്നത് സമരസമിതി അടക്കം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി മോൻസ് ജോസഫ് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയൊരു പ്രഖ്യാപനം ബജറ്റിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു തമിഴ്നാട്ടിൽ എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. തമിഴ്നാട് ഇതുമായി മുന്നോട്ട് പോകുമോ എന്ന ഒരു സംശയമുണ്ടാക്കുന്ന കാര്യം. മാധു, TVKയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു, അതായത് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 152 അടിയാക്കുമെന്നത്. അത് ഈ തേനി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം ലഭിക്കുകയും ചെയ്തു. അതിന്റെ ഒരു തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ ഈ ബജറ്റിൽ അതിനുവേണ്ടി തുക മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ 152 അടിയാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അത് ഇടുക്കിയിൽ വലിയ രീതിയിൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വന്നപ്പോൾ തന്നെ സമരസമിതി ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും കേരള സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കേരള സർക്കാരിന്റെ പണ്ട് മുതലുള്ള തീരുമാനം കേരളത്തിന് പുതിയ ഡാം, തമിഴ്നാടിന് വെള്ളം എന്ന നിലപാട് തന്നെയാണ്. ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാനാണ് നിലവിൽ സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ തന്നെ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. മഴ ശക്തമാകുമ്പോൾ തന്നെ ജലനിരപ്പ് ഉയരുമ്പോൾ വണ്ടിപ്പെരിയാറിലും ചപ്പാത്തിലും അടക്കം താഴെയുള്ള മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലിപ്പോൾ 2 സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഐക്യമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. അതായത് കേരളത്തിൽ പുതിയ ഡാം വേണം, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണം, അതോടൊപ്പം തന്നെ തമിഴ്നാടിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം സുരക്ഷിതമായി നൽകുകയും വേണം. ആ കാര്യത്തിൽ 2 സർക്കാരുകൾ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതുകൂടാതെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പല ഘട്ടത്തിലും സുപ്രീം കോടതി അവിടെ സുരക്ഷാ പരിശോധനകൾ നടത്താൻ പറയുമ്പോഴും അതിനുപോലും തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ മുല്ലപ്പെരിയാറിന്റെ നിലവിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് വേണ്ടത്. അതിപ്പോൾ കേരള സർക്കാരാണെങ്കിലും സമരസമിതിയാണെങ്കിലും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത നീക്കത്തിലേക്ക് തമിഴ്നാട് സർക്കാർ നീങ്ങുന്നതിന് മുമ്പ് സുപ്രീം കോടതി വഴി വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരും ഈ ഇവിടുത്തെ സമരസമിതിയും പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാധു, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 142 അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്തണം എന്നുള്ളതാണ് തമിഴ്നാടിന് എല്ലാ കാലത്തെയും ആവശ്യം. പക്ഷേ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള ഒരു നിലപാട്
നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിന് വിരുദ്ധമായ നടപടികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആശങ്കാജനകമാണ്.